മുഴുവൻ കേൾക്കാൻ പറ്റില്ല, നെറ്റിൽ. നന്ദി കർത്താവേ. ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് May God bless you all. നമുക്ക് വേഗത്തിൽ തന്നെ കർത്താവിന്റെ വചനത്തിലേക്ക് പോകാം. Let's go into the word of God. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14 അധ്യായങ്ങളാണ് ധ്യാനിച്ചു വന്നിരുന്നത്. We looked at all Corinthians, all 14 chapters. ഇന്ന് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളെ പറ്റി നോക്കാം. Corinthians 15, 1 onwards we look today. അതിനകത്ത് പൗലോസ് ലീഗ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. You have to look at some of the things that Pastor Paul says. നിങ്ങൾ ആ വാക്യം ഒരു നിമിഷം ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. വ്യക്തമായത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കൃപാവരങ്ങൾ, അന്യഭാഷാ പ്രാർത്ഥന, ആത്മീയ തലങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ കേട്ടു. We all looked at the gift of the Holy Spirit and speaking in tongues and everything all this time. അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുകയാണ്. In the 15th chapter, Apostle Paul says, എന്നാൽ സഹോദരന്മാരെ, now brothers and sisters, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും the gospel that I have reminded you and നിങ്ങൾക്ക് ലഭിച്ചതും which you have received, നിങ്ങൾ നിൽക്കുന്നതും which you have taken your stand, നിങ്ങൾ വിശ്വസിക്കുന്നതും which you have believed, വൃഥാവല്ലെന്ന് വരികയിൽ, so it is not in vain. നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടെന്നാൽ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു ഓർക്കുവിൻ. Hold firmly to the word that I preached to you. അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. In the third it says that Christ died for us for sins according to the scriptures. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. According to scriptures, he was buried and raised on the third day. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാവരങ്ങൾ ലഭിച്ച അല്ലെങ്കിൽ ആക്റ്റീവായ സഹോദരങ്ങൾ, last time some people got the gift of the Holy Spirit. നിങ്ങളത് ശക്തമായിട്ട് അതിനെ ഉപയോഗിക്കണം. You have to use it again. സൺഡേയിലത്തെ പ്രാർത്ഥന ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. അതിന്റെ പകുതിയെ കിട്ടിയുള്ള റെക്കോർഡിങ്ങിൽ. On the Sunday prayer, I only got half of it. കാര്യം അതിന്റെ നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂ അവിടെ വന്നു. There was an issue with the network. ഇടയ്ക്കൊന്ന് കട്ടായി പോയായിരുന്നു. Someday it got disconnected. അപ്പൊ അതിൽ എങ്ങനെയാണ് കൃപാവരങ്ങൾ നമ്മുടെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു ക്ലാസ് ആയിരുന്നു ദൈവാത്മാവ് തന്നത്. It was a class of how you can use the gift of the Holy Spirit. അപ്പൊ നിങ്ങൾ കേൾക്കണം. അപ്പൊ വചനം പറഞ്ഞു, തിരുവെഴുത്തിൻ പ്രകാരം യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു. According to the scriptures, he was buried and raised on the third day. അപ്പൊ വചനത്തിന്റെ അകത്ത് എഴുതപ്പെട്ടത് അതുപോലെ സംഭവിച്ചു എന്ന് ബൈബിൾ പറയുന്നു. So it says whatever written in the scripture, it happened the same way. അടുത്ത വാക്യത്തിൽ തിരുവെഴുത്തിൻ പ്രകാരം യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. According to scriptures, Jesus raised on the third day. അടുത്ത വാക്യം തിരുവെഴുത്തിന് പ്രകാരം കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. According to the scriptures, he appeared unto him. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലെ ഏറ്റവും വലിയ പ്രത്യേകത, ബൈബിൾ തന്നെ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ് എഴുതിയതുപോലെ തന്നെ സംഭവിച്ചു. The Bible that you have in hand, according to the scriptures, whatever is written, it happened, the birth, the burial and the resurrection. കണ്ടോ? അപ്പൊ അതിൽ എഴുതപ്പെട്ടത് പോലെ നമുക്കറിയാം, യേശുക്രിസ്തു ജനിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു, ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് വചനം പറഞ്ഞു. ലോകപ്രകാരം നടക്കത്തില്ല, പക്ഷെ ബൈബിളിൽ ഉള്ളത് കൊണ്ട് നടന്നു. According to the scriptures, a virgin will give birth to a baby. So the same way, according to scriptures, what is written, it happened. കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കുമെന്ന് എഴുതപ്പെട്ടു, അതുപോലെ കർത്താവ് മരിച്ചു. Jesus will be crucified for our son, and the same way it is written, and it happened. കർത്താവ് വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. According to scriptures, he was raised on the third day. അപ്പൊ ബൈബിളിന്റെ അകത്ത് എഴുതപ്പെട്ട കാര്യങ്ങൾ അണുവിട മാറാതെ അത് നടന്നു കഴിഞ്ഞു. According to what is written in the Bible, without any omissions, it occurred. അതായത് ഇതൊരു യഥാർത്ഥ നടക്കുന്ന സംഭവമാണ്. ഇതൊരു കഥപുസ്തകമല്ല, ഇതൊരു റിയാലിറ്റിയാണ്, റിയലായിട്ട് നടന്നതാണെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് ജനിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേക്ക് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് വചനം പറയുന്നു. This is not a story book. This is a fact, and it's a reality that according to what it was written, it happened. അതിന് പൗലോസ് ലീഗ പറഞ്ഞു, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. കണ്ടോ?
It says that he appeared to more than 500 brothers and sisters at the same time. എന്റെ പ്രിയരെ ആമേൻ പറഞ്ഞ് പിടിച്ച് എന്റെ മുമ്പിലും കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാട്ടെ. Please receive it as amen that it will appear to me also. ആമേൻ. നമ്മുടെ കൺമുമ്പിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് വരാൻ വേണ്ടി പോവുകയാണ്. In front of our eyes also Jesus will appear. നിങ്ങളുടെ നഗ്ന നേത്രം കൊണ്ട് കർത്താവിനെ കാണുമെന്ന് വിശ്വസിക്കുക. You believe that you can see with your own normal eyes. ആമേൻ. അപ്പൊ ഇവിടെ വചനം പറയുന്നു, ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ജനിച്ചു, മരിച്ചു, ഉയർത്തു 500ഓളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. According to scriptures, he was buried, resurrected, and he was appeared to 500. അതിന്റെ 7ാമത്തെ വാക്യത്തിൽ പ്രധാനതരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷപ്പെട്ടു പൗലോസ് പറയുകയാണ്. It is written on the 7th verse that he has appeared to James, an apostle, and at last to all, he appeared to me also, he is saying. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു എൻകൗണ്ടറിലേക്കാണ് കർത്താവിൽ നമുക്ക് ഇവിടെ ഒരു എൻകൗണ്ടർ ആണ് സംഭവിച്ചിരിക്കുന്നത്. Here we can see there is an encounter happened. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിളിനെ ശരിക്കും നിങ്ങൾ വായിക്കുക. If you the Bible that you read it carefully. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം നിങ്ങൾക്ക് ലഭിച്ചാൽ, if you get the biography of Mahatma Gandhi, അദ്ദേഹത്തെ പറ്റി നിങ്ങൾ വായിച്ചാൽ, when you read about him, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാൽ, if you understand the history of Mahatma നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന്. you will have a wish that you want to see him. പക്ഷെ ആഗ്രഹം നടക്കോ ഇല്ലയോ? Will it happen or not? ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് നടക്കാത്തത്? Why it will not happen? അതായത് മരിച്ചൊരു വ്യക്തിയുടെ ചരിത്രം നിങ്ങൾ വായിച്ച് അദ്ദേഹത്തെ കാണണമെന്നാണെങ്കിൽ, the person who did and you read this history, if you want to see him, അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. if you want to see him, it never happens. കാര്യം ആ പുസ്തകത്തിൽ മാത്രമേ അദ്ദേഹം ഉള്ളൂ. It is only in that book. അദ്ദേഹം ഒരു ചരിത്രമായി മാറിയിരിക്കുന്നു. He became a history. എന്നാൽ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. According to scriptures, he is born, buried, and resurrected. തിരുവെഴുത്തിൻ പ്രകാരം ബൈബിൾ പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റു. He resurrected according to the Bible. അങ്ങനെ തിരുവെഴുത്തിൽ വിശ്വസിക്കുന്നവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. So whoever believed in the scriptures, he will appear to him also. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക, കർത്താവിനെ ഞാൻ കാണാൻ വേണ്ടി പോവുക. You have to believe that I will see Jesus. എന്നാൽ പലരും ചിന്തിക്കുന്ന നിത്യതയെ ചെല്ലുമ്പോൾ നമുക്ക് കാണാന്നുള്ള പ്രത്യാശയിലാണ് പലരും ജീവിക്കുന്നത്. Everybody lives that I will see him when in eternity. എന്നാൽ ബൈബിൾ പറഞ്ഞവൻ 500ഓളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. The Bible says that he appeared to 500 people. പൗലോസ് പറഞ്ഞവൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. He appeared to James. പൗലോസ് പറഞ്ഞ ഏറ്റവും ഒടുവിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. Apostle Paul says he appeared to me also. അങ്ങനെ പ്രിയരെ, അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ മുമ്പിലും കർത്താവ് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. So if you believe in the scriptures, he will appear to you also. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തത്. It is for you he buried and resurrected. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തത്. Because he loved you, he buried and got resurrected. നിങ്ങളെ കാണുവാൻ നിങ്ങളെക്കാൾ ഉപരി യേശു ആഗ്രഹിക്കുന്നു പ്രിയരെ. He loves to see you more than you love to see. നിങ്ങൾ ഒരുക്കമാണോ പ്രിയരെ? Are you ready? കർത്താവിനെ കാണുവാൻ നാം ഒരുക്കരാണോ? You should be ready for see the Christ. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് താഴെ പറഞ്ഞ വാക്ക് നോക്കുക. See the word below. 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. But by the grace of God I am what I am. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വൃഥമായി പോകുന്നില്ല. And his grace to me has not without any effect. ഞാൻ എല്ലാവരേക്കാൾ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. I worked harder than any of them. ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ. 10ാമത്തെ വാക്യമാണ്. Yet not I, but the grace of God was with me. അടുത്ത വാക്യം പറഞ്ഞു, ഞാനാകട്ടെ അവരാകട്ടെ ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം ഞങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. If it is I or they, this is what we preach and this is what we believe. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കൃപാവരങ്ങൾ ലഭിച്ചവരെ, കൃപാവരങ്ങൾ ആക്റ്റീവ് ആകാതെ നിന്ന് ഭാരപ്പെട്ടവരെ ശ്രദ്ധിച്ചോണം. കർത്താവിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറായാൽ, whoever did not get the gift of the Holy Spirit, you need to be ready to work for കർത്താവിന് Christ. വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, You have to work for Christ. ഞാൻ ഒരു രസത്തിനല്ല യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്.
I'm not just going to see just like that, Jesus. ഞാൻ എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവിനെ കണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. The Christ who died for me, I'm going to work for him. I'm going to see him. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനാകട്ടെ അവരാകട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ വണ്ണം ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ടോ, It's me or them. We will preach and I believe. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പ്രസംഗിക്കുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കേട്ടോണം, What we preach, we believe. അതിന്റെ അർത്ഥം ബൈബിളിൽ ഉള്ളതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. What is in the Bible, I believe. അതിന്റെ അർത്ഥം മറ്റൊന്നിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. I will not believe anything else. മറ്റൊന്നിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. I will not accept anything else. ഞങ്ങൾ വിശ്വസിക്കുന്നതിന് വിരോധമായി വരുന്നതിനെ ഞങ്ങൾ അതിനെ വെട്ടിമുക്കളയുന്നു. Whatever comes in contrary to that, I will slay it. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നാച്ചുറൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. Who believe in the word of God, they cannot live a natural life. കാരണം നമ്മൾ ആരംഭിച്ചപ്പോൾ തന്നെ ബൈബിൾ പറഞ്ഞു, യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു. From the beginning itself, we said Christ died according to the scripture. അതായത് യേശു ക്രിസ്തു എന്നൊരു വ്യക്തി മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ലോകമെല്ലാം വിശ്വസിക്കും. Everyone believes that Jesus Christ died for sins. കാര്യം അവർക്ക് വേണേ വിശ്വസിച്ച് ചിലപ്പോൾ യേശു അങ്ങനെ വന്നതായിരിക്കാം, പക്ഷെ മരിച്ചു പോയല്ലോ. Maybe people believe that maybe he came and he died. നമുക്കൊരു ഒത്തിരി നേതാക്കന്മാർ സമരത്തിന്റെ നിരയിൽ മരിച്ചു കൊണ്ടിട്ടുണ്ട്. There are a lot of people who died in the front row of fights. മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, നേതാക്കന്മാരുണ്ട്. They have given their life for independence. നിങ്ങളിത് പറയുമ്പോൾ ചിലപ്പോൾ അവർ വിശ്വസിച്ചേക്കാം. Maybe they will believe if you talk about Christ. എന്നാൽ അടുത്ത വാക്ക് ഒരിക്കലും അവർ വിശ്വസിക്കുകയില്ല. But the next words, they will never believe it. നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു, തിരുവെഴുത്തിൻ പ്രകാരം അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കണ്ടോ, According to the fourth verse, he was raised on the third day according to the scripture. പൗലോസ് പറയും, ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുകയും ഞങ്ങൾ അതിനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. Apostle Paul says, this is what we preach and this is what you believe. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയാം, നിങ്ങളുടെ മുമ്പിൽ കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. So I am strongly saying that Jesus will appear to you also. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ആഴമായി കർത്താവിൽ പ്രകാശിക്കട്ടെ. Your spiritual eyes should illuminate. ആമേൻ. നോക്കുക, ഇവിടെ താഴേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക് നമുക്ക് നോക്കാം. Let's see the below verse. അടുത്ത വാക്യത്തിൽ പറയുന്നു, 13ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ വാക്യം ക്രിസ്തു 12 മുതലാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന ആ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. If Christ is raised from the dead, how can some of you say that there is no resurrection of the dead? ചിലർ പറയുന്നു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. Some people they say there is no resurrection. പൗലോസ് പറയുകയാണ്, യേശു ഉയർത്തെങ്കിൽ ഞാനും ഉയർക്കും. Apostle Paul says, if Christ is resurrected, I will also resurrect. എന്റെ കൂടെ ഒന്ന് പറയാവോ, യേശു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാനും ജീവനിൽ വാഴുമെന്ന് പറഞ്ഞേ. Say that Jesus lives and I also will live. ആമേൻ എന്ന് പറഞ്ഞേ, ഞാനും ജീവനിൽ വാഴും. ആമേൻ. അപ്പൊ നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. If there is no resurrection of the dead, then not even Christ is raised. അപ്പൊ പുനരുദ്ധാനം നമുക്കുണ്ട്. The resurrection is there. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ കർത്താവിൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലാണ് ഇരിക്കുന്നത്. Those who believe in Christ, you have the resurrection. നിങ്ങളുടെ ശരീരം മരിച്ചാലും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. Even if you're dead, you will resurrect. ഈ ഭൂമിയിലെ ജീവിതമല്ലാതെ നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. We have an eternal life also, not only ആ ജീവൻ ഇപ്പോഴേ നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. that life is in you now itself. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിക്കുന്നതേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. കണ്ടോ, That's what Apostle Paul says, whatever I preach, I believe. അടുത്ത വാക്യത്തിൽ പറഞ്ഞ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ If the Jesus Christ is not എന്റെ resurrected, പ്രസംഗം വ്യർത്ഥമത്രേ. my preaching is in vain. നോക്കി, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. Your faith is in vain. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, 16ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തു മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർക്കുന്നില്ല. കണ്ടോ, If Christ is not raised, you will also not raise. 17ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. If Christ is not raised, your faith is in vain. ഇവനെ നീ ശ്രദ്ധിച്ചോണേ, യേശു ഉയർത്തത് കൊണ്ട് എന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. Because Jesus Christ raised, my faith is also have power. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ When you believe something, എന്റെ വിശ്വാസത്തിന്റെ ബേസ് എന്ന് പറയുന്നത്,
the base of my belief എന്റെ മിടുക്കല്ല, is not my എന്റെ ശക്തിയോ it's എന്റെ not my strength. എന്റെ ശക്തിയോ കഴിവോ ബലവോ ഒന്നുമല്ല. It's not my might, not my strength. യേശു ഉയർത്തത് കൊണ്ട് എന്റെ വിശ്വാസം വ്യർത്ഥമായി പോകത്തില്ല. Because Jesus raised, my faith will not go in vain. അപ്പൊ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, എന്റെ കർത്താവ് ഉയർത്തത് കൊണ്ട് എന്റെ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്, അതായത് തിരുവഴുത്തിൽ പറയുന്നതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിക്കും. You have to have a basis that because Jesus raised, my faith will not go in vain, and whatever is written in scripture, it will happen. അപ്പൊ നമ്മുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് എന്തൊക്കെയാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, in our life, whatever is written in the scripture, നമ്മൾ അതേ വിശ്വസിക്കാവുള്ളൂ. You only have to believe that. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്കകത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുക. Let's imagine that you are going through some trouble. അപ്പൊ ആ സിറ്റുവേഷൻ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. റിയാലിറ്റി എന്ന് പറയുന്ന വാക്ക്. That situation will think that okay, I'm not going to make it. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ഞാനൊരു വല്ലാത്തൊരു റിയാലിറ്റിക്കകത്തായിരിക്കുവാണ്. This brother, I'm going through some tough situation. കാര്യം ഞാൻ ഇപ്പൊ കടന്നു പോകുന്ന എന്റെ വിഷയം എന്താ പറയുന്നത്, അത് വല്ലാത്തൊരു സ്ട്രഗിളിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. This is a lot of struggle that I'm going through. അതൊരു റിയാലിറ്റിയാണ്. It's a reality. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ If you believe in the Bible, നിങ്ങളുടെ വിശ്വാസത്തെ ശരിക്കും ശ്രദ്ധിക്കണം. you have to look at your faith carefully. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനിയായ മഹാത്മാഗാന്ധിയുടെ ബുക്ക് വായിക്കുമ്പോൾ, if you read the book of Mahatma Gandhi, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും even if you would like to see him, ആഗ്രഹം ഇനി സാധിക്കത്തില്ല. it will never happen. എന്തുകൊണ്ടെന്നാൽ ആ എഴുതപ്പെട്ട ചരിത്രത്തിലുള്ള വ്യക്തി മരണപ്പെട്ടു. Because the person it became a history and he died. അദ്ദേഹത്തിന്റെ ശരീരം മണ്ണോട് അലിഞ്ഞു ചേർന്നു. His body has become one with the dirt. അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഭൂമിയിലൂടെ അലിഞ്ഞു ചേർന്നു പോയി. The skeleton all disappeared in the നീ earth. ഒരിക്കലും വ്യക്തിയെ കാണാൻ കഴിയത്തില്ല. You will never see him. എന്നാൽ നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. But your Jesus Christ, you can see ആ him. ശരീരം മണ്ണോട് ചേർന്നിട്ടില്ല. That body has not become one with the ആ earth. അസ്ഥി മണ്ണിനോട് ചേർന്നിട്ടില്ല. That skeleton has not become one with the earth. ആ ഞരമ്പുകൾ മണ്ണിനോട് ചേർന്നിട്ടില്ല. That vein has not become one with earth. ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമായ കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. He will work today also for those who believe. അതുകൊണ്ട് പൗലോസ് പറയും, എന്റെ വിശ്വാസത്തിന്റെ ധൈര്യം യേശുവിന്റെ ഉയർപ്പാണ്. So that he says that my faith is because he raised up. യേശു ഉയർത്തില്ലെങ്കിൽ എന്റെ വിശ്വാസം വ്യർത്ഥമത്രേ. If he did not raise up, my faith is in vain. എന്റെ പ്രിയരെ, ധൈര്യത്തോടെ വിശ്വസിക്കുക. My friends, just believe it. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, I also say that നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ ബലം അറിയണമെങ്കിൽ if you want to see what you believe, നിങ്ങളുടെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത സുഹൃത്തുക്കളോട് പോയി when you talk to atheist people, നിങ്ങൾ പറയണം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് you have to say that the God I believe, എനിക്ക് വേണ്ടി പാപത്തെ ചുമന്നു, he bore my sins, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. he buried, he got resurrected. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചയാള് ഇന്നും ജീവനോടെ ഉണ്ടെന്ന്. The person who died 2000 years ago, he is എനിക്ക് still living. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ, When you say that I believe, ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്ത് എന്തു പറയും? 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാള് ഇന്നും ജീവനോടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളോട് എന്തു പറയും? what will the friend say if you say that the person who died on 2000 years is still alive? ആ വ്യക്തി എന്തു പറയും നിങ്ങളോട്? ആ വ്യക്തിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ? That person will not even believe. ഒരിക്കലും സാധ്യമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചൊരു വ്യക്തിക്ക് ഇന്ന് വരെ ജീവിക്കാൻ കഴിയത്തില്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. How can a person who is in 2000 years ago who died will be alive? നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പോലും 500 വയസ്സുള്ള ഒരു വ്യക്തി ഇല്ല. Even between us, there is no person who is a 500-year-old. പോട്ടെ, 250 വയസ്സുള്ള വ്യക്തി പോലും ഇല്ല. Okay, let's say 250 also is not there. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു വ്യക്തി ഇന്നും ഉണ്ടെന്നും ജീവനോടെ ഉണ്ടെന്നും ആ ശരീരം മണ്ണിനോട് ചേർന്നില്ലെന്നും എന്റെ പ്രിയരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? How can you say that a person who was 2000 years ago is still alive? ഈ വിശ്വാസം കിട്ടിയവരാ നിങ്ങൾ, കണ്ടോ? This is the faith that you receive. നിങ്ങളുടെ തല വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയില്ല, എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല.
Even if your head is chopped off, you can say, I will not believe. I will പരിഹസിക്കുന്നവർ not പറയും have ഒരിക്കൽ faith. നടക്കത്തിൽ 250 വയസ്സുള്ള വ്യക്തി പോലും നമ്മുടെ ഇടയിൽ ഇല്ല എന്നവർ തർക്കിക്കുമ്പോൾ They will say, not even a 250-year-old is there. How you are യേശു saying this? എന്റെ ഇടയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ Jesus is there in between. നിങ്ങളൊരു നോർമൽ മനുഷ്യരല്ല, You are not a normal people. നിങ്ങളൊരു ഭ്രാന്തനല്ല, You are not crazy. നിങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്, You are the one who received the grace നിങ്ങൾ of God. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചവരാണ്. You have received the grace of the power of the Holy Spirit. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ വിശ്വാസമുള്ളവർ യേശുവിനെ കാണും. The faith that you have, they will see Jesus. ഈ വിശ്വാസമുള്ളവൻ എൻകൗണ്ടർ ഉണ്ടാകും. This faith will take you to the encounter. പലപ്പോഴും നമ്മൾ വിശ്വാസി തമ്മിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ വലിപ്പം മനസ്സിലാകാത്തത്. Sometimes when you talk to believers, you don't know the. നിങ്ങൾ പുറത്തുള്ള വ്യക്തിയോട് പറയണം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നയാളാണ്. You have to go out and say that I believe in Jesus Christ. അപ്പൊ അവർ ചോദ്യം എത്ര വയസ്സുണ്ടെന്ന് അവർ ചോദിക്കും. Then he will say, how old is he? അവർക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ചിലപ്പോൾ 60 വയസ്സായിരിക്കും പ്രായം. Sometimes he's saying, oh, he's a 60-year-old. ചിലപ്പോൾ 100 വയസ്സായിരിക്കും അവരുടെ വിശ്വാസം. Maybe 100-year-old. അപ്പൊ നിങ്ങൾ പറയില്ല, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചയാൾ ഇന്നും ജീവിക്കുന്നു. Then you should say he's 2000 years ago, he's still alive. കണ്ടോ? അപ്പൊ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നതിന്റെ കാരണം I can believe like that because ഞാനൊരു അന്ധവിശ്വാസി ആയതുകൊണ്ടല്ല, I am not just blindly believing. ഞാൻ കർത്താവിന്റെ ആത്മാവുള്ള വ്യക്തി ആയതുകൊണ്ടാണ്. I have the Holy Spirit. ഈ വിശ്വാസമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എല്ലായിടത്തും. This is the faith that you should use everywhere. ഇതുകൊണ്ടാണ് പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ? This is why Apostle Paul says, നോക്കിക്കുക, ആ വാക്കുകൊണ്ട് 14ാമത്തെ വാക്യം, ഞങ്ങൾ എന്തു പ്രസംഗിക്കുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. 14ാമത്തെ വാക്യം, what we preach, what we believe. വേറെ ഒന്നും വിശ്വസിക്കരുതേ. Nothing else you believe. നിങ്ങളുടെ രോഗം നിങ്ങളോട് പറയും ഇത് മാറത്തില്ല. Your disease will say it will not be cured. നിങ്ങളുടെ കടഭാരം പറയും ഇത് ഒരിക്കലും മാറ്റം വരത്തില്ല. Your debt will say it's not going to be removed. നിങ്ങളുടെ മദ്യപാനിയായ ഭർത്താവിനെ മക്കളെ കാണിച്ചിട്ട് ഒരിക്കലും നന്നാകാൻ പോണില്ല. Your drunkard husband and your children, they will show and say it will not. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ലൈഫും എല്ലാം നിങ്ങളോട് പറയുന്നത് ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. Your body and your life will say believe this. ഈ സിറ്റുവേഷനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. Believe this situation. നിങ്ങളോട് ഞാൻ എന്ത് പ്രസംഗിക്കുന്നു, what I preach, ഞാൻ അതേ വിശ്വസിക്കത്തുള്ളൂ. that is the only thing. ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. കണ്ടോ? This is the only thing that will happen. അപ്പൊ അവരൊരിക്കലും എന്നാ ഇതിന് ഉറപ്പ്? What is a guarantee for this? പൗലോസ് പറയും യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്. കണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് because Jesus raised. എന്റെ വിശ്വാസം വൃഥാവല്ല. My faith will not go in vain. 14ാമത്തെ വാക്യം, എന്റെ വിശ്വാസം തകർന്നു പോകത്തില്ല. My faith will never be useless. എന്റെ വിശ്വാസം പരാജയപ്പെട്ടു പോകത്തില്ല. My faith will never go destroyed. ഇവിടെയാ നിങ്ങൾ ധൈര്യപ്പെടേണ്ടത്. That is where you have to be strong. നിങ്ങൾ പിശാച് പറയുന്നതിനെ പിടിക്കരുത്. എറിയരെ. Don't hold on to what the Satan നിങ്ങൾക്ക് says. പുതിയ അവയവം ഉണ്ടായി വരിക തന്നെ ചെയ്യും. New organs will appear for you. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. In your life there will be miracles. ചിലർ പറയും അത്ഭുതം ഉണ്ടായാലും കുഴപ്പമില്ല, അത് പിശാച് നിനക്കായിരിക്കും ഒരിക്കലും അത്ഭുതം ഉണ്ടാകുക തന്നെ ചെയ്യും. Some people say, oh, it's okay not to have miracles. Say Satan, no, I will have the miracle. എന്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഞാൻ കാണുക തന്നെ ചെയ്യും. I will see the breakthrough in my life. കാര്യം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Because Jesus raised. കണ്ടോ? എന്റെ ധൈര്യം അതാണ്. That's my strength. എന്റെ ബലം അതാണ്. That's my belief. ഇതിലാണ് നമ്മൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. This is our foundation. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. Let's pray. God bless you. കർത്താവ് ശക്തീകരിച്ചല്ലോ, ദൈവം ബലം തന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെ, ശാരീരികമായി അസ്വസ്ഥതപ്പെടുന്നവരെ, ഇന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടാൻ വേണ്ടി മ്യൂട്ട് ട്രാൻസ്ലേഷൻ വേണ്ടി വരുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ശരീരത്തിന്റെ മേൽ വേദന അനുഭവിക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നത് വേദനയാണോ അതോ കർത്താവ് എനിക്ക് വേണ്ടി എന്റെ രോഗത്തെ മാറ്റി? ഏതാ നിങ്ങൾ വിശ്വസിക്കുന്നത്? Whoever is having pain, do you believe there is pain or do you believe it will be healed? What are you going to believe? നിങ്ങൾ ഏതിലാ വിശ്വസിക്കുന്നത്? What are you believing in?
ആമേൻ. പുതിയ അവയവം, അത് വിട്ടൊരു കളിയില്ല. പുതിയ അവയവം, പുതിയ അവയവം. എനിക്ക് ദൈവം റിപ്പയർ ചെയ്യുന്ന ദൈവമല്ല, റീസ്റ്റോർ ചെയ്യണം, ഹീലിങ്ങിനെ തരുന്ന ദൈവമാണ്. God doesn't repair, He restores. I'll get a new organ. എനിക്ക് പുതിയ അവയവങ്ങളെ തരുന്ന കർത്താവ്. He will give new organs. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവാം. He's going to do marvelous things in our midst. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. Thank you. റസൂസി മഖാല സിക്കീന റതീഷ മെനേല കട്ടാർ റസിയാന്തിരിബ. അന്യഭാഷ വരം ലഭിച്ചവർ അല്പനേരം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാവും. Shabanakara lasifana rakatiri gadadar kimana swara hasteri andega sike mana losi anderi kabari ale shagale rate rike nasute tikema nasu rate regede rabiri hadada lamana hadadar minia sakera laba arbina rahash lakafa zakena rabina ratiri amde പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ in the name of Jesus Christ. Oh falafaralia masira la sufrateri wasina hura bela hafazima shala hafarasikena rasumena kalafara zuzahra masianderi in the name of Jesus Christ. Oh farala hastiria oh rabakabakabakabala faria sinambakala shiala binaka zafana lamaka sinare. Thank you Holy Spirit. പരിശുദ്ധാത്മാവേ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. അങ്ങ് ഇവരുടെ ശരീരത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. അവരുടെ ഇന്ന് രോഗമുള്ളവരെ നിങ്ങൾ കൽപ്പിച്ചോണേ. നിങ്ങൾ അതിനെ ഇന്ന് പറ, ഞാൻ എൻ്റെ ബൈബിളിൽ എന്ത് പ്രസംഗിക്കുന്നു അഥവാ എന്ത് പറയുന്നു അത് മാത്രമേ ഞാൻ ബൈബിള് പറയുന്നു. ഇന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കും. എൻ്റെ അടുത്ത് എൻ്റെ അവയവം കേടാണെങ്കിൽ പുതിയ അവയവം എനിക്ക് ഉണ്ടായി വരും, പുതിയതുണ്ടായി വരും, പുതിയതുണ്ടായി വരും, പുതിയതുണ്ടായി വരും. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് രോഗികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പറ, പുതിയ അവയവം എനിക്കുണ്ടായി വരും, പുതിയ അവയവം. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ പുതിയ അവയവം ഉണ്ടായി വരും. ഞങ്ങളുടെ രോഗശക്തികളെ ബന്ധിക്കുന്നു, രോഗത്തിൻ്റെ ദുരാത്മാക്കളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങളിൽ നിന്നും ഇറങ്ങി മാറിപ്പോട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഫലാ റതമന ഹദതി കിമാഫന. എന്റെ ഉള്ളത്തിൽ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പേര് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പേര് ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫസ്റ്റ്. I see a person named Padmanabhan. ഈ ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. I'm seeing something, a connection. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. I am praying for that person in my heart. ഇന്ന് കർത്താവ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി. അനിയത്തിയുടെ ഭർത്താവിന്റെ അച്ഛനാണ്. He's my sister's husband. ഇന്ന് ആ കർത്താവിന്റെ പറയുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. God is going to use him. എന്റെ അച്ഛന്റെ അച്ഛനാണ് പത്മനാഭൻ. എന്റെ ഒരു അമ്മാവൻ, എന്റെ അച്ഛന്റെ അച്ഛനാണ് പത്മനാഭൻ. ഓക്കെ, ഇരിക്കട്ടെ. ഇതിന്റെ അകത്ത് ബന്ധപ്പെട്ട് സീത എന്ന് പറയുന്ന ഒരു പേരുള്ള ഫാമിലി ഏതാ? ഇതിന്റെ അകത്ത് ആ പേരുള്ള ഈ പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സീത എന്ന് പേരുള്ള ഒരു വ്യക്തിയെ അവിടെ കാണിക്കുന്നു. അതുമായിട്ട് കണക്ഷൻ ഉള്ളത് ഈ പത്മനാഭന്റെ പേരിന് കണക്ഷൻ ഉള്ളതാണേ. ആ വ്യക്തിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാനിത് കാണുന്നത്. ഈ ഒരു ഫാമിലിയാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇന്ന് ബ്ലോക്കുകളെ കർത്താവ് എടുത്ത് മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. Every block has been removed. In the name of Jesus Christ. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അതേത് ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണോ ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. In the name of Jesus Christ. കർത്താവിന്റെ അത്ഭുതത്തെ ഇന്ന് റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തെ പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ? Please everybody mute their phones. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
എല്ലാവരും മയക്കും. നിങ്ങൾ ആലോചന സൂമിലാണ് ഇടപെടുന്നതെങ്കിൽ, നിങ്ങളുമായിട്ട് ഇത് കണക്ഷൻ ഉള്ളതാണെങ്കിൽ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ആ വ്യക്തി മാത്രം മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും ഈ സമയത്ത് മൈക്ക് മ്യൂട്ട് ചെയ്യണവേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞോ. എന്റെ അമ്മയുടെ അച്ഛനാണ് പത്മനാഭൻ. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ ബന്ധുവിലുള്ളതാണ് സീത എന്ന് പറയുന്നത്. ഇവര് രണ്ട് ഫാമിലി അല്ലേ? അവര് രണ്ടുപേരും മരിച്ചുപോയതാ. രണ്ട് ഫാമിലി അല്ലേ? രണ്ട് ഫാമിലി അല്ലേ? രണ്ട് ഫാമിലിയാണ്. അവര് മരിച്ചുപോയി. രണ്ടുപേരും മരിച്ചു പോയതാ. ഈ ഫാമിലി എന്നുള്ളത് ഒറ്റ ഫാമിലി അല്ല, രണ്ട് ഫാമിലിയാ അല്ലേ? സീത വേറെ ഫാമിലിയില്, പത്മനാഭൻ വേറെ ഫാമിലിയിൽ അല്ലേ? He has two families. One is Padmanabhan, one is Sita. അല്ലേ? Is it correct? ഈ രണ്ട് കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവരുടെ ഇടയിൽ നിങ്ങളുടെ സാക്ഷ്യമാക്കാൻ വേണ്ടി. ഇവർ രണ്ടുപേരും ഒരേ വിഷയത്തിന്റെ അകത്ത് ലോക്കായി കിടക്കുക ഫാമിലി. You pray for them that they will be പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടേ കർത്താവിനോട് ചെയ്യാൻ പറ്റത്തുള്ളൂ. only the people who pray something can happen. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയ ദൈവം അയക്കും. God is going to do marvelous things. ദൈവം ആ ഫാമിലിക്ക് അകത്തുനിന്ന് ഒരു ലതയെ തൊടുന്നതായിട്ട് കാണിക്കും. ആ ഫാമിലിക്ക് അകത്തുനിന്ന് I see a lata has been touched. എന്ന് പ്രാർത്ഥിച്ചോണേ, ഒന്ന് അന്വേഷിച്ചോണേ. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. I see the God's hands on them. ലോർഡ് ജീസസ്, ഞാനിതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അസാധാരണമായ രീതിയിൽ സ്പർശിക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്. كنافروس لفينا كراس بتفارا لشيما كناس بتبارو ليموك فريا فناس بتفارا فلاس بكتفارا كلمة كارا ننني بوفاسيتي كنا باروك لماسي. എൻ്റെ ഉള്ളത് കർത്താവ് പറയുന്നു, ബീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജനുവരി മാസത്തിൽ ജനിച്ച തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോവാ. I hear a name Beena and the child is born in January. ജനുവരിയിൽ ജനിച്ച ബീനയുടെ തലമുറയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാ. A child who is born in January of Beena is going to be touched. എന്റെ കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ ഫാമിലിയിൽ സംഭവിക്കാൻ വേണ്ടി പോവാ. You're going to see a marvelous work from God. ഇന്ന് അത് ഏത് ഭവനത്തിലാണോ ഈ ബീന ഉള്ളത്, മകൻ തലമുറ ജനുവരിയിൽ ജനിച്ചത്, anybody who named Beena and the son is being born on January, ഇന്ന് കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. God's going to show your God's hand is going to be there. Lord Jesus. ഞങ്ങളുടെ ചർച്ചിലൊരു ബീന സിസ്റ്റർ ഉണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മോന് ജനുവരിയിലാണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ചോദിച്ചിട്ട് പറയാം. ചോദിക്ക്. മോനുണ്ട്. താങ്ക് യു. അസുഖമായിട്ടിരിക്കുക, ഹാർട്ട് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കേട്ടോ. എന്റെ കൂടെ വർക്ക് ചെയ്യണ ബീന ഉണ്ടായിരുന്നേ. ബീനയ്ക്ക് 3 ആൺമക്കളാണുള്ളത്. ജനുവരിയിലാണോ ഇല്ല അറിയില്ല. ചോദിക്കുക കേട്ടോ, ചോദിക്കണം, കൺഫേം ചെയ്യണേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, പരിശുദ്ധാത്മാവേ. ഷൽഖറ മസ്കെറ്റ ഫൊറൂഷല. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ ചെറിയ അസ്ഥി ഉണ്ടല്ലോ ശരീരത്തിന്റെ അകത്ത്, വലിയ അസ്ഥിയല്ല, ചെറിയ അസ്ഥികളെ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. I can see small bones in the body. ആ ബോണുകൾക്കകത്ത് വേദനകൾ അനുഭവിക്കുന്നവര്, you have pain in those small bones. ഇന്ന് ആ വേദനകൾ വേരോടെ ഇറങ്ങി പോകാൻ വേണ്ടി പോവാ. It's going to be get uprooted. ആരുടെ ശരീരത്തില്ല, ചെറിയ, അതായത് നമ്മുടെ വലിയ അസ്ഥിയല്ല, ചെറിയ അസ്ഥികൾ, അതാ ഞങ്ങൾ എടുത്ത് കാണുന്നത് ശരീരത്തിൽ. അതിൻ്റെ അകത്ത് വേദനയാ ബോണുകൾക്ക്. Who has the pain in the small bones? ആർക്കാ അതവിടെ വേദന ഉള്ളത്? എനിക്ക് ആ വേദന ഉള്ള സഹോദരൻ കൈ എടുത്ത് വെക്കാവോ? Please lay your hands on it. കൈ എടുത്ത് വെച്ചോ. ഓ എന്റെ യേശുവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഹീലിംഗ് അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്യുന്ന കൈ അവിടെ വെച്ച് വേദനയുള്ള ഭാഗത്ത് പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു.
Thank you, Lord Jesus, for the In the for the name of grace. Jesus Christ. Oh, Varalasika. The healing power is moving. ഞങ്ങളെ രോഗശക്തിയെ തകർത്തു കളയുന്നു. ആ രോഗത്തിന്റെ I pray, ബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുന്നു. അസ്ഥിക്കകത്തോട്ട് തീ കത്തട്ടെ. I break the bondage of the sickness. ഞങ്ങൾ ആ രോഗശക്തികളെ പിടിച്ചു കെട്ടുന്നു. I sever the bondage of the sickness. Healing in the name of Jesus Christ. രോഗശാന്തി കൽപ്പിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ അപ്പ മിറക്കിൾസ് അവിടെ സംഭവിക്കുന്നല്ലോ. In the The name power of of the Jesus, healing miracle is is going to happen. moving. The power of the healing is moving. In the name of Jesus. ആ രോഗത്തെ ബന്ധിക്കുന്നു. രോഗശക്തികളെ ബന്ധിക്കുന്ന പെയിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പൈശാചിക ശക്തികളെ പിടിച്ചു കെട്ടുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ കയ്യെന്ന് എടുത്ത് ചെക്ക് ചെയ്യാവോ? Can you all check if you got healed? കയ്യെന്ന് എടുത്ത് ചെക്ക് ചെയ്യാവോ? ചെക്ക് ചെയ്തോ? Let me know if you checked. ശരീരത്തിന്റെ അകത്തൊരു മാറ്റമുണ്ടെന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് പാസ്റ്റർ. I can see a lot of ഞാൻ change. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നേ. എനിക്ക് I was ഒരാഴ്ചയായിട്ട് എനിക്ക് മാറിയതായിരുന്നു. എനിക്ക് ദിവസം ഒന്ന് പ്രാർത്ഥിച്ചപ്പം അന്ന് പൂർണ്ണമായിട്ട് മാറി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് കാലിൽ നടക്കാൻ വയ്യാത്ത വേദനയായി. പിന്നെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. 2 സൈഡിലും വേദനയായിരുന്നു എനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? ഇപ്പൊ ആ വേദന ഒത്തിരി മാറി. കാല് പൊക്കാൻ പറ്റുന്നുണ്ട്. ഇടത്തെ കാല് എനിക്ക് പൊക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കാല് പൊക്കാൻ പറ്റുന്നുണ്ട്. ഇടത്തെ കാല്. was unable ഞാനിപ്പോ to lift the കിടക്കുക. left leg, but I can now lift. I am lying down. കർത്താവേ നന്ദി. അപ്പൊ പ്രിയമാക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാളൊന്ന് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തേ. Anybody else? Anyone else? ബ്രദറെ എന്റെ മോളുടെ കാലിന് സൗഖ്യമായി. 2 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. And it's been going on for 2 years. She is ഓ healed ഇത് now. ഒരു മിനിറ്റ് എത്ര വർഷമായിട്ടുള്ള വേദനയായിരുന്നു? 2 വർഷമായിട്ട് കാലിന്റെ പാദത്തിനും ചെറിയ വിരലിനും എല്ലാം നല്ല വേദനയായിരുന്നു. ഇപ്പോഴും വേദന എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ പൂർണ്ണമായിട്ട് മാറി അല്ലേ? ഉടനെ തന്നെ pain until we were praying. Now she is completely healed. ഓ ലോർഡ് ജീസസ്. സഹോദരി പറയുവാൻ 2 വർഷമായിട്ട് മോൾക്ക് വേദനയായിരുന്നു. യേശു അത് പൂർണ്ണ സൗഖ്യമാക്കി. ആമേൻ. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. For 2 years now she is completely healed. കരിയാസ്തിക്കകത്തോട്ട് സൗഖ്യം വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടതുകൊണ്ടാണ് കൈവെക്കാൻ പറഞ്ഞത്. I see the deliverance going into your skeletal bones. ഒന്ന് അടുത്തയാള് നോക്കിക്കോ ഒന്ന്. You all can check again. ലോർഡ് ജീസസ്. സഹോദരങ്ങളെ സൗഖ്യം നമ്മുടെ അവകാശമാണ്. This is our reward. ഇത് സൗജന്യമാണ്. This is free. പുതിയ അവയവമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. New organs will appear. ചെക്ക് ചെയ്തേ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്റെ ഇടത് മുട്ടിന്റെ ഉള്ളിൽ പുറകില് വേദനയായിരുന്നു. ഒരു 5-6 മാസമായി. ഇപ്പൊ പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. പകുതിയെ മാറിയിട്ടുള്ളൂ. അതെ. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റർ സാക്ഷ്യം പറയും. കൈവച്ച് പറഞ്ഞോണം പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. കേട്ടോ? Before this prayer ends, you will be completely healed. കേട്ടോ സിസ്റ്റർ? നിർത്താതെ പറയണം. കർത്താവിൽ യേശു എനിക്ക് വേണ്ടി പൂർണ്ണമായിട്ടുമാണ് വില കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം. Keep on saying, my Jesus gave all him for this healing. കൈവച്ച് പറഞ്ഞോണം കേട്ടോ? ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് എന്റെ നീക്ക് താഴെ അസ്ഥിക്കകത്ത് ഭയങ്കര വേദനയായിരുന്നു. ഒരു 1-2 ആഴ്ച ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഈ വേദന. ബോൺ ഉണ്ട്, ബോൺ ഡിസിൻറ്റഗ്രേഷൻ എന്നൊക്കെ ഞാൻ പറയും. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ കുഴമ്പിട്ട് ചൂട് വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. അപ്പൊ പ്രയർ കേട്ടോണ്ടിരിക്കായിരുന്നു. ഞാൻ ആ പറഞ്ഞ സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ആദ്യം ഞാൻ നോക്കിയപ്പോ എന്റെ നീ താഴോട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. എങ്കില് ബ്രദർ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് താഴെ വേദനയില്ല. ഭയങ്കര സൂചി കുത്തുന്ന വേദന. എല്ലിനകത്ത് പെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മോനെ കൊണ്ട് തിരുമ്പിച്ച കിടന്നത്. എല്ലാവരോടും എപ്പോഴും വേദനയാന്ന് പറയാൻ മടിയാണെന്ന് പറയത്തില്ല ഞാൻ.
ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി സിസ്റ്റർക്ക്. പൂർണ്ണ സൗഖ്യം. ഓ Today I ലോർഡ്. had pain on the back of the knee. Now it's completely gone. I had a pins and needles pain all in the back of my knee. They call us disintegration of knee, but now I'm completely healed. ഓ ലോർഡ് ജീസസ്, നന്ദി കർത്താവേ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തു. നിങ്ങളുടെ സൗജന്യമായിട്ട് അത് ലഭിച്ചിരിക്കുക പ്രിയരെ. സൗഖ്യം നിങ്ങളുടെ It's free. അവകാശമാണ്. Healing is free. അടുത്തയാള് Anyone else? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് പിന്നെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let's keep praying. Simakara simakala sukara simakara 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 sukaraka simakara shamakazarika mana simakara simalateria ozana ria mara susabara sima shakala simakora simakarala. O യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സീമയും സൂസനും തമ്മിൽ കണക്ഷനുള്ള, സീമയും സൂസനുമായിട്ട് കണക്ഷനുള്ള വ്യക്തികളാരാ? ഈ രണ്ട് പേരുമായിട്ട് ബന്ധമുള്ള സീമ, സൂസൻ, ഈ രണ്ട് വ്യക്തികളും. എന്റെ പേര് സൂസിന്നും എന്റെ ഒരു കസിനാണ് സീമ. സീമ സിസ്റ്ററുടെ കസിൻ. ലോർഡ് ജീസസ്. എന്റെ അപ്പായുടെ പെങ്ങളുടെ മോളുടെ പേര് സൂസൻ, ആ പുള്ളിക്കാരിയുടെ മോളുടെ പേര് സീമ. സീമ രണ്ടുപേര് ഇപ്പൊ വന്നല്ലേ? സൂസന റിയാൻ തെരിക മഷാസ നഫാറാസിയാന്തിരി. യേശുവേ നന്ദി കർത്താവേ. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഷാജി എന്ന് പറഞ്ഞ ഒരാളെ അറിയാവോ കുടുംബത്തിന്റെ അകത്ത്? ചേട്ടന്റെ അനിയൻ, അപ്പന്റെ അനിയന്റെ മോൻ. അപ്പന്റെ അനിയന്റെ മോന്. വയ്യാണ്ടിരിക്കുന്ന. അതായത് ഈ സീമയും ഇപ്പൊ പറഞ്ഞ സിസ്റ്റർ സൂസിയാണ് അല്ലെ? സൂസി. അപ്പം ഈ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഷാജി എന്ന് പറയുന്നത് അല്ലേ? സിസ്റ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്തോണേ പ്രൊഫസി വരുമ്പോഴേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് എന്നോട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിയോഗം തരുക. ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്ന് അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി. Holy Spirit, touch them. Shimakala fanakara smitefoshala tikarakana nasisa ruka labaka shalaka masiandiri. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ലോർഡ് ജീസസ്. ബ്രദറെ ഷാജിക്ക് ഇപ്പൊ വയ്യാണ്ടിരിക്കുക ബ്രദറെ. പുറം വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് MRI സ്കാൻ എടുക്കാൻ പോയിട്ട് MRI എടുക്കാൻ പറ്റിയില്ല, എന്നിട്ട് കിടക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് പറഞ്ഞതേ ഉള്ളൂ, പുള്ളിക്കാരന്റെ പെങ്ങൾ എന്നോട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇന്ന് സിസ്റ്ററെ വലിയ ആ പ്രവചനം ഏറ്റെടുത്തോണം. അതിന്റെ അകത്തൊരു ശക്തിയുണ്ട്, സൗഖ്യത്തിന്റെ ശക്തിയുണ്ട്. ആമേൻ പറഞ്ഞതിനെ പിടിച്ചോ കേട്ടോ. There is a healing in that prophecy. Receive it. എന്റെ മോൻ പ്രവചിച്ച് ഇവിടം വരെ എത്തി. ഈ ജോലി ആയിട്ടുണ്ട്, ചെറിയ ജോലിയാണ്, കഫേയിലാണ് ബ്രദറെ. ജോലിക്ക് ഇപ്പൊ കേറിയിട്ടില്ല, നാളെ കേറും. നമുക്ക് ജോലിക്ക് കയറണമെങ്കിൽ ഒരു പേപ്പറും കൂടി വേണമല്ലോ. അപ്പൊ ആ സ്ഥലത്ത് അവരുടെ ഇതിലാണ് ഇപ്പൊ ഫുഡ് അക്കോമഡേഷൻ ആയിട്ട് നിക്കണേ. ഇന്നല്ലെങ്കിൽ നാളെ ജോലിക്ക് കയറുമെന്ന് പറഞ്ഞാൽ അത്രയും പേരെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ദേശത്ത് വലിയൊരു വാഴ്ചക്ക് കൊണ്ടുവന്ന അവർ പറഞ്ഞ പോലെ ഒരു പ്രൊഫസിയുടെ ഫുൾഫില്ലാണ്. ആ പ്രൊഫസിയുടെ എന്താ പറയുക ഫുൾഫിൽമെന്റ് ആണ് ഇപ്പൊ കണ്ടത്. മോനെ ദൈവത്താൽ അവിടെ അയച്ചതാണ്. This is a fulfillment of the prophecy. Now he's going to enter into a job. ആരാണോ പ്രവചനത്തെ സ്വീകരിക്കുന്നത്, whoever receives the prophecy, അവരുടെ ലൈഫിൽ അത് ഫുൾഫിൽ ആകുക തന്നെ ചെയ്യും. It will be fulfilled in their life. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് ചോദിക്കുവാണേ. I'm going to ask something. നമ്മള് പത്തനംതിട്ട നമുക്ക് അടുത്ത മാസം പ്രാർത്ഥന വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. In Pathanamthitta, there is going to be a meeting. ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് yesterday when we were praying,
കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മ പറഞ്ഞ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിച്ചു UK-യിലുള്ള. Holy Spirit told to pray for a place in UK. അപ്പം എനിക്കും ബെന്നി ബ്രദറിനും ഒരേപോലെ ഒരു സ്ഥലം വെളിപ്പെട്ടു. A place was revealed to us, me and Brother Benny. ക്രോയിഡോൺ എന്നുള്ള സ്ഥലം നമുക്ക് UK-യുള്ളവർക്ക് അറിയാൻ പറ്റും. ആ സ്ഥലമാണ് വെളിപ്പെട്ടത്. The name of the place is Croydon. നമ്മൾ പിന്നീട് ഒരു പ്രാർത്ഥന അവിടെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. We're going to have a meeting there. അപ്പം ആ ഭാഗങ്ങളിലുള്ള UK-യിലുള്ള സഹോദരങ്ങളെ, Anybody who is near Croydon, നിങ്ങളൊന്ന് റെഡിയാകുക. please be ready for that meeting. രോഗികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക. Anyone who is sick, bring them. തകർന്ന വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവരിക. Whoever is broken, bring them. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, Whoever is working with നിങ്ങൾക്ക് you, പരിചയമുള്ളവരായിക്കോട്ടെ, whoever you know, അത് acquaintances. ഏത് രാജ്യക്കാരനും ആയിക്കോട്ടെ, It doesn't matter where they belong to. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക. പരിശുദ്ധാത്മാവ് സംസാരിക്കും. Just bring them and the Holy Spirit will talk to them. കർത്താവ് അവരെ വിടുവിക്കും. God will release them. ഇതുപോലെ തന്നെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു. These are also like Patanathita. സെയിം ഈ കാര്യം തന്നെ റിലീസ് ചെയ്യുകയാണ്. Same thing I'm releasing to that area ദൈവം also. നിങ്ങളെ കണ്ടിരിക്കുകയാണ്. Jesus has seen you. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ആ ദേശത്തുള്ളവര്, ആ പട്ടണവുമായി ബന്ധപ്പെട്ടവര് ഈ ദിവസങ്ങളിൽ ഞാൻ അതിന്റെ അപ്ഡേഷൻ ഞങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കും. Anyone who's near, I will update you soon. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന റോഷത്തല സിഫ്രട്ടി മകലാക റാത സീമ ഖറാക സിഖാല ബറാസിയാന്തരി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, രാജേഷ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുക. ഈ രാജേഷിന്റെ അതിന്റെ അടുത്ത് തന്നെ ആഗസ്റ്റ് മാസം ജനിച്ചൊരു വ്യക്തി രാജേഷിന്റെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. രാജേഷിന്റെ കൂടെ തന്നെ ഈ വ്യക്തി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. രാജേഷ് അല്ല, രാജേഷിന്റെ കൂടെ. I see a person standing near Rajesh who is born in August. അതാരാണോ ആ വ്യക്തിയും ഈ പറഞ്ഞ ഈ ഓഗസ്റ്റിൽ ജനിച്ചത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് പറയാനാണോ? ബ്രദറെ, എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ പേര് രാജേഷ് ആണ്. ഞാന് ജനിച്ചത് ഓഗസ്റ്റിലാണ്. സിസ്റ്ററാണ് ഓഗസ്റ്റ് ജനിച്ചിരിക്കുന്നത്. അതെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുടുംബങ്ങൾക്കകത്ത് പറഞ്ഞു. എന്റെ അമ്മാവന്റെ മോൻ രാജേഷാണ്. എന്റെ ഹസ്ബൻഡിന്റെ ആഗസ്റ്റിലാണ്. ബാക്കി My uncle's son is Rajesh and my husband is born in August. ഇന്ന് ഈ ആലോചനകളുമായി ബന്ധപ്പെട്ട 2 പേര് വന്നല്ലേ, 3 പേര് വന്നു. There's 3 people now. ഞാൻ ഈ ഒരു വള്ളത്തിന്റെ ചിത്രം, അതായത് നമ്മുടെ വള്ളം ഉണ്ടല്ലോ, സാധാരണ വള്ളം, ബോട്ട്. I see a picture of a boat. ഇതിങ്ങനെ ഒരു ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്നത് ഞാൻ കാണുക. ഈ രാജേഷുമായിട്ട് ബന്ധപ്പെട്ട ആലോചനയാണ്. Whoever the word came, the person who is connected to this boat, who is with Rajesh. ഒരു കൺഫർമേഷൻ ആണ്. ഈ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഈ ഒരു സാധനം, ബോട്ട്, അതായത് വള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഭവനത്തിന്റെ അകത്താണോ ഇരിക്കുന്നത്, അത് ആ ഭവനം. Anyone has a picture or of a ship or something like that in the house? ഇന്ന് കർത്താവ് ആ ഭവനത്തെ ലൊക്കേറ്റ് ചെയ്ത് കാണിക്കുക. Jesus is locating that. ലോർഡ് ജീസസ്, അത് ഏത് വീടാണോ ഇന്ന് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാം. ഇതിലെ 2 പ്രതിമ പോലെയുള്ളതുണ്ട്, ഒരു ചെറിയ കളിക്കോപ്പ് പോലത്തെ കേട്ടോ. രാജേഷിന്റെ വീടാണോ അത്? അല്ല, ഞങ്ങളുടെ വീടാ, ഹസ്ബൻഡിന്റെ. ഞങ്ങൾ രാജേഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചനയാണ്. I think she's connected to Rajesh, but her husband is born in August, and her house has two toys of both. ഒരു മിനിറ്റ് സിസ്റ്ററുടെ, പെങ്ങളുടെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോനാണ് രാജേഷ്. ഈ ഒരു സംഭവം ഇരിപ്പുണ്ടോ സിസ്റ്ററെ? ഷോക്കേസിന്റെ ഇതില് ഒരു ചെറിയ വഞ്ചി പോലെ, അങ്ങനെ അതിലൊരു 2 പ്രതിമകള് അങ്ങനത്തെ ഇതുണ്ട്. ഈ വള്ളം ഇരിപ്പുണ്ട്, ഷോക്കേസിൽ ഇരിക്കുന്ന ചെറിയൊരു വഞ്ചി പോലെ ഉണ്ട്. ആ ഭവനത്തിലാണ് ഈ ആലോചന ഫുൾഫിൽ ആവാൻ വേണ്ടി പോകുന്നത്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ അത്ഭുതത്തെ അങ്ങ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. പരമേശ്വരന്റെ പെൺതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. God is telling me to pray for a daughter of Parameshwaran. ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. എന്തോ ബ്രദർ എന്റെ ഹസ്ബൻഡ് ആണ് പരമേശ്വരൻ എന്നുള്ളത്. My husband is also Parameshwaran. സിസ്റ്ററുടെ ഹസ്ബൻഡ് ആണ്. അതെ അതെ പരമേശ്വരൻ. എന്റെ പരമേശ്വരൻ. കാലിന് വേദന പറഞ്ഞെന്ന് പറഞ്ഞു. This is the one that I told that was praying for the leg and it was healed. Okay, രണ്ട് പേരുണ്ടല്ലേ? എന്റെ അച്ഛൻ പരമേശ്വരൻ. My father is Parameshwaran. മൂന്ന് പേരുണ്ടല്ലേ? എന്റെ ഹസ്ബൻഡിന്റെ ഫാദർ പരമേശ്വരനാണ്. My husband's father is Parameshwaran. He died. ജീവനോടിരിക്കുന്ന ആളാണേ. Somebody who is alive. ജീവനോടിരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ പരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് അവിടെ ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയെ ഞാൻ കാണുക. അതിൻ്റെ അകത്ത് Somebody who is born in June in their family. ഈ പരമേശ്വരന്റെ ഭവനത്തിന്റെ അകത്ത് The family of Parameshwaran. ജൂണുമായി എൻ്റെ കണക്ഷൻ ഉള്ളത്. Is there any connection with the month of June? ജനനമാണോ അതോ മറ്റെന്തെങ്കിലും കണക്ഷൻ ആണോ ജൂണുമായിട്ടുള്ളത്? Maybe it is born or something other connection. ജൂണാണ്. ഞാനൊരു വ്യക്തിയുടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ വ്യക്തിയിലാണ് ഈ ജൂൺ മാസം കണ്ടുകൊണ്ടിരിക്കുന്നത്. Just passing by and I can see something regarding June in their life. അത് ഏത് ഭവനത്തിലാണോ അത് ആരുമായിട്ടുള്ളതാണോ? എന്റെ മോളുടെ കല്യാണം നടന്നത് ജൂണിലാ. കല്യാണമാണ്. My daughter got married in June. ബ്രദറിന്റെ മൂത്ത മോളുടെ കല്യാണം ജൂൺ 26 ആയിരുന്നു. My daughter's marriage was also in June 26. അതായത് ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം രണ്ടുപേരും കണ്ടത് വിവാഹവുമായിട്ടുള്ള തീയതി അല്ലേ? 2017 ജൂൺ 26. അപ്പൊ ഒരേപോലെ അടയാളം ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഒരേ ഡെലിവറൻസുകളാണ് തലമുറയ്ക്ക് വേണ്ടി നടക്കാൻ വേണ്ടി പോകുന്നത്. This is for the deliverance for your generation, for those two families. ഇന്ന് പരമേശ്വരനെ ആദ്യം തൊടും. പരമേശ്വരന്റെ അകത്തു നിന്നാണ് ഈ തലമുറയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. From the Parameshwaran, it has been the generation has been blocked. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. In the name of Jesus I release it. എവിടെ നിന്നാണോ പിശാച് നീ ആ കുരുക്കിട്ടിരിക്കുന്നത്, Satan, where you have blocked it, ഞാൻ ആ കുരുക്കിനെ അഴിച്ചു പ്രാർത്ഥിക്കുക. I remove the block. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. Blessing it. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ In the name of Jesus Christ. ഈ വയറിന്റെ ഇടതുവശത്തും അല്ലെങ്കിൽ വലതുവശത്തും ഒക്കെ വേദനയുള്ള ആരെങ്കിലും ഉണ്ടോ? Anybody who is hurting on the right and the left of the stomach? ബ്രദറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ പരമേശ്വരന്റെ കാര്യം പറഞ്ഞത്, പരമേശ്വരന്റെ കാലയിൽ ഒരു കമ്പ് കൊണ്ട് 1 മാസമായിട്ട് മുറിവായിരുന്നു. അത് ഇന്നിപ്പോ ചെന്നപ്പോ അതെല്ലാം സൗഖ്യമായി. ഇപ്പൊ Parameshwaran's leg was hurt, it has been sick, but now it's healed. ഓ, ഇപ്പൊ സൗഖ്യമായി. അത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇനി ചെല്ലണ്ടെന്ന് പറഞ്ഞു. ആ മുറിവുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ചെന്നപ്പോഴേക്കും പൂർണ്ണ സൗഖ്യമായിരിക്കും ആ മുറിവ് അല്ലേ? സൗഖ്യം, ഇനി ചെല്ലണ്ടെന്ന് പറഞ്ഞു. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് സൗഖ്യമാക്കി നന്ദി പറയുന്നു. ഈ വയറിന്റെ വശങ്ങളിൽ വേദനയുള്ള ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളെ ഒന്ന് കൈവെക്കാവോ? ഇന്ന് കർത്താവിൽ നിന്നും ഒരു അത്ഭുതത്തെ സ്വീകരിക്കുവാൻ റെഡിയാകാവോ? ആ കൈയെടുത്ത് അവിടെ വെച്ച് യേശുവിന്റെ നാമത്തില് lay your hands where you're hurting. Okay, my name is Jessley. I want to make sure everything is ready, okay? Who is with you today? Please mute your phones.
എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. നിങ്ങൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരു കഴിവതും മ്യൂട്ട് മാറ്റാതിരിക്കുക. കാര്യം നമുക്കറിയത്തില്ല. കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Satanic works within the pain, I cancel it. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ. Healing power is moving. ഞങ്ങൾ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിനെ യൂസ് ചെയ്യുന്നപ്പാ. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിനെ യൂസ് ചെയ്യുന്നപ്പാ. We are using the gift of healing in the name of Jesus Christ. We are using the gift of രോഗാത്മാവോട് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുക. I speak to the ആ രോഗശക്തിയെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. power of sickness, I bind In the name of Jesus Christ. Healing in the name of Jesus. Healing in the name of Jesus. ആ ഉദരത്തിന്റെ അകത്ത് ശക്തി വ്യാപരിക്കുക. ആ ഉദരത്തിന്റെ മേൽ തീ കത്തുക. വേദനകളെ വേരോടെ പിടിച്ചെടുക്കുന്നപ്പോ the power of the healing is moving. Jesus Christ, Jesus Christ, the healing in the name of Jesus, healing in the name of Jesus. Amen, 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 amen. സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ. ആ വയറിന്റെ അവിടെ വേദനയുള്ള ഭാഗത്ത് ഒന്ന് നോക്കിക്കേ, പിടിച്ചു നോക്കിക്കേ. എന്നാ വ്യത്യാസം അവിടെ എന്ന് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്തേ. ഭയങ്കര ഒരു സൗഖ്യം വ്യാപരിക്കുക. ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി സംസാരിച്ച്. ലോർഡ് ജീസസ്. എത്ര പേര് പ്രാർത്ഥിച്ചു? അവര് മാത്രം മ്യൂട്ട് മാറ്റിക്ക്. പ്രാർത്ഥിച്ചായിരുന്നു പറഞ്ഞവര് മാത്രം. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. Can you say I prayed? ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നാ വ്യത്യാസം? എന്നാ വ്യത്യാസം? എന്തുവാ? അതാണ് എനിക്കിങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് സ്കാൻ ചെയ്തപ്പോ പറഞ്ഞായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ വേദന പോലെ ഉണ്ട്. അപ്പൊ നീ സ്കാൻ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഫാറ്റി ലിവർ അവിടെ പൂർണ്ണമായിട്ട് മാറി നീ വേദന വരുത്തില്ല എന്ന്. ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞത്. കർത്താവിന്റെ ഗോഡ് ബ്ലസ് യു. അവിടെ അത്ഭുതമായി തീരും കേട്ടോ. അടുത്തയാളൊന്ന് ചെക്ക് ചെയ്ത സഹോദരങ്ങളെ, ഒന്ന് ചെക്ക് ചെയ്തേ. എന്തോ ഞാനൊന്ന് ചോദിച്ചോട്ടെ, പരമേശ്വരൻ വഴി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തലമുറയെ റിലീസ് ചെയ്യുന്നല്ലേ പറഞ്ഞത് ബ്രദർ? അതെ സിസ്റ്ററെ. പരമേശ്വരന്റെ അകത്തു നിന്നും ഒരു ലോക്ക്, അതായത് ഒരു ലോക്ക് തലമുറയുടെ മുകളിലോട്ട് കിടക്കുമായിരുന്നു. എന്നാൽ കർത്താവ് ഇന്ന് അതിലൂടെ അത് റിലീസ് ചെയ്യുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ഉദരത്തിന്റെ അകത്തൊരു സൗഖ്യം ലഭിച്ചവര്? പറഞ്ഞു. ശനിയാഴ്ച അടുത്തുള്ള ആളുകൾക്ക് സുഖമില്ല, പനി, നല്ല ഒരു പനിയാ. അപ്പൊ ഞാൻ പോയിട്ട് വർത്താനം പറയൂല, വർത്താനം പറയൂല. ഞാൻ പോയിട്ട് യേശുവിന്റെ നാമത്തിൽ സുഖമാക്കി കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചേക്ക്. എനക്ക് അറിയുന്ന വരെ പ്രാർത്ഥിച്ചേക്ക്. അയാട്ടിന് സുഖമാക്കി പനി പോയി. ഗോഡ് ബ്ലസ് യു. അങ്ങനെ ഓരോ വീട്ടിലും പോയി പ്രാർത്ഥിക്കണം. യേശുവിന്റെ അത്ഭുതത്തെ കർത്താവ് ചെയ്യും കേട്ടോ. ഓക്കെ പാസ്റ്റർ, എനക്ക് അത്രയ്ക്ക് പാസ്റ്റർ അറിഞ്ഞൂടാ, എനക്ക് അറിയുന്ന പ്രാർത്ഥിച്ചേക്ക്. മതി സിസ്റ്ററെ, കർത്താവിന് അത് മതി. നമ്മൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, അത്രയും മതി വിശ്വാസം. വേറെ നമുക്ക് പ്രാർത്ഥനാ വാചകങ്ങളൊന്നും ഇല്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ അനിയനും വൈഫും കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പം പ്രഗ്നന്റ് ആയി. കർത്താവ് അങ്ങ് തുറന്ന ഉദരത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ബ്രദറെ ബ്രദർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ നിതിനും ഒരു ഹിറ്റാറും ഉള്ള കാര്യം പറഞ്ഞില്ലേ? You said the last week Nitin and അത് Hitar. ഞാന് മോളോട് ഇങ്ങനെ ചോദിച്ചു, മോൾ എറണാകുളത്തുള്ള ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, മമ്മി അത് ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഹിറ്റാർ ഇരുന്നേ, അവൻ്റെ റൂമിൽ തന്നെയായിരുന്നു ഹിറ്റാർ ഇരുന്നത്. ഞാൻ വിചാരിച്ചു അവക്കടെ റൂമിലായിരിക്കുന്നു. 5 വർഷമായി മോളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം മോൻ്റെ റൂമിൽ തന്നെയായിരുന്നു ഹിറ്റാർ ഇരുന്നത്. ഞാനത് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നു. കർത്താവിന്റെ അത്ഭുതമായ കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ്. ഒരു സാക്ഷ്യം പറയാനുള്ളൂ ബ്രദറെ. പറഞ്ഞു Have a testimony. ബ്രദറെ, പിന്നെ എന്റെ മോള് ഒമാനിലേക്ക് പോകാനുള്ള എക്സാം എഴുതിയായിരുന്നു. 7 ദിവസത്തെ My daughter ക്ലാസ് has written an exam to go to Oman. ആയിരുന്നു ബ്രദറെ എക്സാം. അന്നേരം ഈ ദിവസങ്ങളിലെല്ലാം 2 മാസമായ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ എക്സാമിന് പോയത്. അന്നേരം കർത്താവിന്റെ കൃപയാലും ബ്രദറിന്റെ പ്രാർത്ഥനയുടെ ആ വചനമെല്ലാം ഞാൻ പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം കൊടുക്കുന്ന എന്റെ കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞ് മോളുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് റിസൾട്ട് വന്ന് നല്ല മാർക്കോട് പാസ്സായി. I kept praying, and because of your prayers, and I was declaring the word of God, and she passed the exam. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി സാക്ഷ്യങ്ങളെ നമുക്ക് നാളെ തുടർമാനമായിട്ട് കേൾക്കാം. വൻ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പൊ ഞാൻ പ്രാർത്ഥന ക്ലോസ് ചെയ്യുവാണ്. ഇന്ന് രാത്രി നമുക്ക് അന്യഭാഷ പ്രാർത്ഥന എല്ലാ ദിവസത്തെ പോലെയുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് ടങ്സ് പ്രയറിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവം സഹായിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും ഒരുമിച്ച് കൂടണം. പ്രത്യേകിച്ച് നിങ്ങൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ക്രോയിഡോൺ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഒരു 2 പേർക്ക് ഒരേപോലെ ആ സ്ഥലപ്പേര് വെളിപ്പെട്ടതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. പല പട്ടണങ്ങളുടെ പേരുകൾ പലർക്കും വെളിപ്പെട്ടു, പക്ഷെ ഒരേപോലെ വെളിപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അതിന് നിയോഗം അവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള സഹോദരങ്ങളെ നിങ്ങൾ മുൻനിരയിലേക്ക് വരിക. കർത്താവിൻ്റെ നിയോഗത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ വഴി ദൈവം തന്നെ തുറക്കും. കർത്താവിനൊരു വയലിൽ പറഞ്ഞതുപോലെ വിരിച്ചൊരുക്കിയ ഒരു മാളികമുറി ഒരുക്കി വെച്ചു. പിന്നത്തെ നമുക്കറിയാൻ പറ്റും മർക്കൂസിന്റെ മാളികമുറി എന്നറിയപ്പെട്ടത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുവാൻ ഇടയായിത്തീരും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഇന്ന് കർത്താവ് സർജറി ഉള്ളവർ, വേദനയുള്ളവർ, രോഗമുള്ളവർ, ശരീരത്തിന്റെ അകത്ത് മുഴകളുള്ളവരെല്ലാം കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹീലിംഗ് പവറിനെ മൂവ് ചെയ്യുന്ന മുഴകൾ ചുങ്ങും കേട്ടോ. മുഴ ചുങ്ങും, പുതിയ അവയവം ഉണ്ടായി വരും. വിട്ടുകൊടുക്കരുത് പ്രിയരെ, വില കൊടുത്തതാ. ഒന്നുകൂടെ ഞാൻ പറയാം, വിട്ടുകൊടുക്കരുത്, വില കൊടുത്തതാ. കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി യേശു തകർക്കപ്പെട്ട് വില കൊടുത്തതാ. വിട്ടുകൊടുക്കരുത്. സമാധാനം, സന്തോഷം, ഉദരഫലങ്ങൾ ഉണ്ടാകും. യേശു വില കൊടുത്തതാ. നന്മയും കരുണയും ഉണ്ടാകും യേശു വില കൊടുത്തതുകൊണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിക്കുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ, നന്മയുണ്ടാകും, നന്മയുണ്ടാകും. ബ്ലെസ്സിങ്ങുകളെ കർത്താവെ അങ്ങ് തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഉയർച്ച തന്നെ ഞങ്ങൾ പ്രാപിക്കും, താഴ്ച ഞങ്ങൾ പ്രാപിക്കുകയില്ല. കർത്താവ് ഞങ്ങൾ